ഹായ് ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇന്നത്തെ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലഞ്ച് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കിച്ചണിക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇന്ന് ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസും അൽഫാമും കൊണ്ടിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ കാക്ക ഗീ റൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ കുറച്ചാളല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്ര കുറച്ച് കൊണ്ടുവന്നാലും ബാക്കിയായിരിക്കും കേട്ടോ. അപ്പോൾ ബാക്കി ഞാൻ അതേപോലെ തന്നെ പാക്കറ്റിൽ തന്നെ ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഫുഡ് അങ്ങനെ വേസ്റ്റ് ആക്കി കളയാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ അൽഫാമിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് ഓർമ്മയത്. നമ്മുടെ മിക്സിൻ്റെ ജാറ്, ചെറിയ ജാറിൻ്റെ ഹാൻഡിൽ പൊട്ടി പോന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് ഞാൻ വീഡിയോയിൽ ഒന്ന് പറഞ്ഞപ്പോൾ മോളെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അജ്ന. അവളെ ഉമ്മ എൻ്റെ ഒരു സ്ഥിരം വ്യൂവറാണ്. അപ്പോൾ അവരെനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ആമസോണിൽ കിട്ടും, എല്ലാ പാർട്സും കിട്ടും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അറിയണ്ടായിരുന്നില്ല ഹാൻഡിലും ഒക്കെ കിട്ടും എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ സത്യത്തിൽ ഞാൻ വേറെ ജാറ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ ഓർഡർ ചെയ്ത് സംഭവം കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിട്ടിയിട്ട് 2 ദിവസമായി, വെച്ചിട്ടില്ല. അപ്പോൾ ഇതങ്ങനെ ഊരിയെടുത്തിട്ട് ഞാനിത് ഫിറ്റ് ചെയ്യാൻ കേട്ടോ. അത് ശരിക്കാണ് ടൈറ്റ് ചെയ്യാനെ കൊണ്ട് പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഭയങ്കര ശക്തി വേണം. ഈ ഒരു വാഷർ ഉണ്ടല്ലോ, അതുകൊണ്ട് അതിനുള്ളിൽ കമർന്ന് ഇങ്ങോട്ട് ഇതാവണമെങ്കിൽ നമ്മൾ കാക്കാനെ കൊണ്ട് തന്നെ ചെയ്യിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. എന്തായാലും ജസ്റ്റ് ഞാൻ വെച്ചു. വലിയൊരു ഉപകാരമായിട്ടാണ്. ഞാനിത് അറിയണ്ടായിരുന്നില്ല. എൻ്റെ മിക്സിൻ്റെ ജാറിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല വൃത്തിയുണ്ട്. ഡിഷ് വാഷറിൽ വെക്കണ കാരണം കളറ് മാറുകയെ ഒന്നുമില്ല കേട്ടോ. എപ്പോഴും പുത്തനായിരുന്നു. അപ്പോൾ ഇത് ഹാൻഡിലൊന്ന് വെക്കട്ടെ കേട്ടോ. ഇത് ഏകദേശം 2 വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ ഈ ജാറ് വാങ്ങിയിട്ട്. അപ്പോൾ അതിങ്ങനെ ഹാൻഡിൽ ഇങ്ങനെ പൊട്ടിപ്പോരുക ചെയ്താൽ നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു അത് വീഡിയോയിൽ അത് ഒഴിവാക്കാതെ അത് അവിടെ ഇട്ടത് നന്നായി. അതുകൊണ്ടിപ്പോൾ അതിൻ്റെ ഹാൻഡിൽ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായല്ലോ. ഇത് 800 സംതിങ് ആയിട്ടുണ്ട് ജാറിന് റേറ്റ് കിട്ടാം. പക്ഷേ ഹാൻഡിലിന് 200 രൂപയായിട്ടുള്ളൂ. 220 അങ്ങനെ എന്താണ് ആയത്. 200 ഉള്ളിലാണ് ഉള്ളത്. പിന്നെ ഡെലിവറി ചാർജും കൂടെ കൂടിയിട്ട് 220 അങ്ങനെ എന്താണ് വന്നത്. അപ്പോൾ ഇതാ അതിന് ജാറായിട്ടോ. ഇനിയിപ്പോൾ അൽഫാമിനുള്ള മസാല ഞാൻ ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ അതിൻ്റെ കൈ ഞാൻ പറഞ്ഞല്ലോ ടൈറ്റ് ആക്കിയിട്ട് വേണം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ബുള്ളറ്റ് മിക്സറിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒരു തക്കാളി, 2 ഉള്ളി, ഏകദേശം ഒരു 1 കിലോത്തിന് മുകളിൽ ഉണ്ടാവും തോന്നുന്നുണ്ട് ചിക്കന്. അൽഫാമിന് 10 പീസായിട്ട് വെട്ടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അൽഫാമിന് പല നേരത്ത് പല മസാല ആയിട്ട് ഉണ്ടാക്കുക. ചില സമയത്ത് എനിക്ക് നല്ല എരിവൊക്കെ വേണമെന്നൊക്കെ തോന്നും. അപ്പോൾ ഞാൻ പച്ചമുളകൊക്കെ ചേർത്ത് നല്ല ഉഷാറായിട്ട് ഉണ്ടാക്കും. ഇതിങ്ങനെ മസാലയൊക്കെ എന്തായാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ മല്ലിയില ഇട്ടിട്ടുണ്ട്. 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനിപ്പോൾ നല്ലോണം അരച്ച് കൊടുത്തിട്ട് പിന്നെ ഞാനിതിൽ ഒരു 4 സ്പൂണ് മല്ലിപ്പൊടി. മല്ലി സാധാരണ നമ്മൾ വറുത്തിട്ട് ഉണ്ടാക്കുക. അത് പിന്നെ നമ്മൾ വീട്ടിൽ വറുത്ത് ഉണ്ടാക്കിയ മല്ലിയല്ലേ. അപ്പോൾ പിന്നെ വേറെ ഒന്നും വറുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ 4 സ്പൂണ് മല്ലി, 2 സ്പൂണ് മുളക്, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല മിക്സഡായിട്ട് പൊടിച്ചു വെച്ച ഗരം മസാല ഉണ്ടല്ലോ, അതൊരു 1/2 ടീസ്പൂൺ ഇട്ടിട്ട് ഒന്നും കൂടെ പൊടിച്ചു കിട്ടാം. ഒന്നും കൂടി അരച്ചെടുത്തു. എന്നിട്ടാണ് മാരിനേറ്റ് ചെയ്തത്. അത് റെക്കോർഡായില്ല കേട്ടോ. ഞാൻ ക്യാമറ റെക്കോർഡ് ഓണാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ നോക്കുമ്പോൾ അതില്ല കേട്ടോ. അങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഡബിൾ ഒരു 3 മടങ്ങ് ടൈം വേണം കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ. അതാണ് പല കാര്യങ്ങളും വീഡിയോയിൽ വരാത്തത്. മടിയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എടുക്കാൻ മറന്നും കൂടി ചെയ്താൽ ഒരു പൂർണ്ണത ഇല്ലാതാവുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി ഒരു കുഞ്ഞു പണിയുണ്ട്. ഞാൻ കൂവ കലക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് ഒന്ന് വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ മറ്റന്നാളൊക്കെ ആയിട്ട് ഞാൻ ഒരു യാത്ര ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അതിന് മുന്നേ ആയിട്ട് ഇതൊന്ന് വെയിലത്തിട്ട് ഒന്ന് ശരിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനത് വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം. വെള്ളമൊക്കെ നല്ല തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ പൊടീൻ്റെ കളർ നല്ല വെള്ള കളറായി വരണം. ഇപ്പോൾ ഒരു ഐവറി കളറിനൊക്കെ എത്തിയിട്ടുള്ളൂ കേട്ടോ. അതുവരെ നമ്മളിത് കലക്കി വെള്ളം ഒഴിച്ച് വെച്ചുകൊണ്ടിരിക്കണം.
ഇപ്പോൾ 5ാമത്തെ റൗണ്ടാണ് വെള്ളം ഒഴിവാക്കുന്നത് കേട്ടോ. 7 പ്രാവശ്യം ഒഴിവാക്കിയാൽ മതി എന്നൊക്കെയാണ് പറയുക. അങ്ങനെയും പറയാറുണ്ട്. ഈ പൊടിൻ്റെ കളർ നല്ല വെള്ള കളറാവുന്ന വരെ കളയണം, വെള്ളം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം എന്ന് അതും പറയാറുണ്ട് കേട്ടോ. ഏതായാലും ഇപ്പോൾ ഒരു ചെറിയൊരു ലൈറ്റ് ഐവറി കളറാണ് ആയിട്ടുള്ളത്. ഇപ്പോൾ 2 പ്രാവശ്യം കൂടി വെള്ളം മാറ്റുമ്പോൾ ശരിയാവുമായിരിക്കും. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നല്ലോണം കലക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അടിയിൽ ഊറി നിന്നിട്ടുള്ള പൊടി കലങ്ങി കിട്ടാൻ കുറച്ച് പാടാണ്. ഇതിപ്പോൾ വലിയ സംഭവമൊന്നുമല്ല, നമ്മളിങ്ങനെ മെനക്കെട്ടുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാങ്ങാൻ ഇഷ്ടം പോലെ ഇപ്പോൾ കിട്ടണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഓരോരോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ അങ്ങനത്തെ ഒരു താല്പര്യങ്ങളല്ലേ. അങ്ങനെ ഉണ്ടായപ്പോൾ പിന്നെ ഞാനത് അങ്ങനെ ഞാനും ചേച്ചി കൂടി ശരിയാക്കി എടുത്തേ ഉള്ളൂ. പിന്നെ റംസാനൊക്കെ വരുമ്പോൾ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കുമല്ലോ. അതിന് ബദലിക്ക് ഇത് തേങ്ങാപ്പാൽ ഒരു അരമുറി തേങ്ങൻ്റെ അല്ലെങ്കിൽ ഒരു തേങ്ങൻ്റെ ഒക്കെ പാലെടുത്തിട്ട് അതിൽ ഇതൊരു 1-2 സ്പൂണ് കലക്കി ഒരു ഏലക്കായും പൊട്ടിച്ചിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് പഞ്ചസാരയും ചേർത്ത് തിളപ്പിച്ചിട്ട് അവിടെ വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച് കുടിക്കണമെങ്കിൽ ഒന്നും പറയാനില്ല, നല്ല ഇളനീർ ജ്യൂസ് കുടിക്കണ ടേസ്റ്റ് ആട്ടാ. കഴിഞ്ഞ വർഷം റംസാനിക്ക് ഞാൻ എപ്പോഴും ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്ത് വെക്കുന്നത് കേട്ടോ. നല്ലതാണെന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു കേട്ടോ. തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിൽ ഇത് വെള്ളത്തിൽ കലക്കുക. അതിൽ ചൂടായതിൻ്റെ ശേഷമില്ല കേട്ടോ, പച്ചക്ക് തന്നെ കലക്കണം. തണുത്ത തേങ്ങാപ്പാൽ തന്നെ കലക്കണം. എന്നിട്ട് അത് തിളപ്പിച്ച് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് മധുരം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഏലക്കായും പൊട്ടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമ്മൾ ത്രാവി നിസ്കാരത്തിനൊക്കെ ശേഷമൊക്കെ എടുത്ത് കുടിക്കുകയാണെങ്കിൽ നല്ല ലൂസായിട്ട് വേണം കേട്ടോ. നമ്മൾ ഇളനീർ ജ്യൂസൊക്കെ കുടിക്കൂലേ, നല്ല ടൈറ്റ് അല്ലാതെ അങ്ങനെ ലൂസായിട്ട് വേണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, ശരീരത്തിന് നല്ലതുമാണ്. പ്രത്യേകിച്ച് റംസാനൊക്കെ നല്ല ചൂടിലാണല്ലേ വരുന്നത്. അപ്പോൾ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ അൽഫാമിൻ്റെ പീസ് ആവശ്യമുള്ളത് ഞാൻ എയർ ഫ്രയർക്ക് വെക്കട്ടെ. ഞാൻ എയർ ഫ്രയറിൽ വെക്കുമ്പോൾ വേറൊരു പാനിൽ വെച്ചിട്ടാണ് വെക്കട്ടെ. എന്നാൽ പിന്നെ ക്ലീൻ ചെയ്യാനും എളുപ്പമുണ്ട്, പറ്റങ്ങടെ ഡ്രൈ ആവില്ല കേട്ടോ. എയർ ഫ്രയറിൽ വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും ചിക്കൻ്റെ പീസസ് അത്യാവശ്യം വലിപ്പമുള്ള പീസാക്കുക നല്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാലോ ആ നെയ്ച്ചോറ് ഗീ റൈസ് നമുക്ക് ഫ്രൈഡ് റൈസ് ആക്കിയിട്ട് മാറ്റിയിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ അതാ മറ്റേതിപ്പോൾ അതൊക്കെ കറി വെച്ചാലും പിന്നെ അതുമല്ല നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, ഗീ റൈസ് ഒരു ദിവസമൊക്കെ ഫ്രിഡ്ജിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായി പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നല്ല സോഫ്റ്റ്നെസ്സും വന്നോളും, നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാൻ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ നല്ല ഇഷ്ടമായി, എല്ലാം കഴിച്ചും ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ബീൻസും പിന്നെ കുറച്ച് നമ്മളെ സെലറി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മാഗി ക്യൂബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ 2 ക്യൂബ് ബട്ടർ പാനിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വന്നപ്പോൾ ഈ മാഗി ക്യൂബും അതിലിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അലീന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. വേറെ ഉപ്പ് ചേർക്കണ്ട കേട്ടോ, കാരണം എന്താ വെച്ചാൽ നമ്മൾ സോയാബീൻ സോസ് ചേർക്കുന്നുണ്ട്, അതിലും കുറച്ച് ഉപ്പ് രുചി ഉണ്ടാവും. പിന്നെ മാഗി ക്യൂബിലും അത്യാവശ്യത്തിന് ഉപ്പുണ്ടാവും. പിന്നെ ഗീ റൈസ് അല്ലേ, അപ്പോൾ അതിലും ഉപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ഉപ്പ് വേറെ ചേർക്കാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ ഇത് ആദ്യം ബീൻസ് ഇട്ട് കൊടുക്കുക. ബീൻസിനല്ല, കുറച്ച് സെലറിനേക്കാളും കുറച്ചും കൂടെ ഒരു വേവുള്ളത്. അപ്പോൾ ബീൻസ് ഇട്ട് ഒന്നങ്ങ് വാടിയതിന് ശേഷം നമുക്ക് ഈ സെലറിയും വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുള്ളത് അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് സോയാബീൻ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവിന് വേറെ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. ഞാൻ പിന്നെ മോനും കൊടുക്കാനുള്ള എരിവിൽ അങ്ങനെ ചേർത്തിട്ടില്ല കേട്ടോ, അങ്ങനെ എടുത്തത്. അതിനിടയിൽ നമ്മളെ അൽഫാം അലാറം വന്നു ഫ്ലിപ്പ് ചെയ്യാനുള്ള. അപ്പോൾ അതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ടിട്ട് റൈസ് ഒന്ന് നല്ലോണം തണുപ്പ് പോയി ഒന്ന് സോഫ്റ്റ് ആവാനൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം ഞാൻ എടുത്ത് വെച്ചിട്ട് തണുപ്പ് പോയിട്ടുണ്ട്, എന്നാലും ഒന്ന് നല്ലോണം ചൂടായി ഒന്ന് സോഫ്റ്റ് ആവാനുണ്ട്. അപ്പോൾ ഒന്ന് മൂടിയിട്ടിട്ട് ഒന്ന് നല്ലോണം സോഫ്റ്റായി വരട്ടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യണം. ലൈക്ക് ചെയ്യാതെ കാണുന്നവരൊക്കെ അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കെ കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വ്യൂസ് ഭയങ്കര കുറവാണ്. പിന്നെ എന്തായാലും അങ്ങനെ വീഡിയോസ് എടുത്ത് പോകുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, വീഡിയോസ് എന്തായാലും എടുക്കണം. പിന്നെ ഞാൻ ഒരു യാത്ര ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, ഞാൻ ലക്ഷദ്വീപ് പോകുന്നുണ്ട് കേട്ടോ. ട്രിപ്പാണ്, നമ്മൾ കസിൻസ് എല്ലാം കൂടെ പോണത്. അപ്പോൾ ലേഡീസ് ഓൺലിയാണ് ട്രിപ്പ്. മോനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ, മോനെ കൊണ്ടുപോകാതെ പറ്റൂലല്ലോ. അപ്പോൾ മാസി ഞാനും ഉണ്ട്. പിന്നെ ഞങ്ങൾ മൊത്തത്തിൽ 11 ആളുണ്ട് കേട്ടോ. അതിൽ 3 ആൾ കുട്ടികളാണ്, ബാക്കി ഞങ്ങൾ 8 ആൾ ലേഡീസും ആണ് കേട്ടോ. കുട്ടികളൊക്കെ ബോയ്സാണ്, പിന്നെ ഞങ്ങൾ ലേഡീസും ആണുള്ളത്.
അപ്പോൾ അങ്ങനെ പോകണം ഇൻഷാ അല്ലാഹ് തീരുമാനിച്ചിട്ടുണ്ട്. 26-ാം തീയതി രാവിലെ പോയിട്ട് 29-ാം തീയതി തിരിച്ചു വരും കേട്ടോ. 3 ദിവസത്തെ ട്രിപ്പേ ഉള്ളൂ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ ലക്ഷദ്വീപിൽ നിന്ന് അവിടുത്തെ നെറ്റിൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അവിടെ ചില സിമ്മൊന്നും വലിയ റേഞ്ചില്ലെന്നൊക്കെ കേട്ടു. അപ്പോൾ പറ്റണമെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെക്കും, വ്ളോഗ് അങ്ങനെ കാണാം കേട്ടോ. അവിടെ നിന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ആ 3 ദിവസം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ അപ്ഡേഷനായിട്ട് അപ്ലോഡ് ചെയ്യട്ടോ. അപ്പോൾ എല്ലാവരും വ്ളോഗ് മുടങ്ങാതെ കാണണം കേട്ടോ. പിന്നെ ഗിവ് അവേൻ്റെ വിന്നറെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അനൗൺസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കിയിട്ടില്ല, നോക്കണം. ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഞാൻ അനൗൺസ് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ പോയി വന്നിട്ട് ആയിരിക്കും ഗിവ് അവേ കൊടുക്കുക. അപ്പോൾ ഇതാ കുറച്ച് കെച്ചപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 ടീസ്പൂൺ കെച്ചപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എളുപ്പമുണ്ട്, നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് കളയാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ടല്ലോ. കുറേ മുന്നേ ഞാനിങ്ങനെ രാവിലെ തലേന്നത്തെ കറി യൂസ് ചെയ്യുമ്പോൾ എന്നോട് എനിക്ക് അറിയുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ കമൻറ്റ് കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കമൻറ്റ് കൂടെ അല്ല, പേഴ്സണലി വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നും തലേ ദിവസത്തെ കറിയാണ് എന്താ ഫ്രഷ് ആയിട്ടൊന്നും ഉണ്ടാക്കാത്തതെന്ന്. അപ്പോൾ ഫുഡ് നമ്മൾ വേസ്റ്റ് ആക്കാതിരിക്കട്ടോ. ഫുഡ് വേസ്റ്റ് ആക്കാതിരിക്കുക എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന സംഭവങ്ങൾ നമ്മൾ ഒരാൾക്ക് കൊടുക്കരുത് കേട്ടോ. ചില ആൾക്കാർക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ആർക്കെങ്കിലും ഒക്കെ കൊടുത്ത് ഒഴിവാക്കും. പക്ഷെ നമുക്ക് ചൂടാക്കി കഴിക്കാൻ പറ്റും എന്നുള്ളൊരു സാധനം മാത്രമേ നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ നമുക്ക് പറ്റാത്തത് കൊണ്ട് മാത്രം ഒരാൾക്ക് ഒരു ഫുഡ് കൊടുത്ത് ഒഴിവാക്കരുത്. അതും എൻ്റെ ഒരു നിർബന്ധമായിട്ടാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ്. എനിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള സാധനമാണ് ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കുള്ളൂ. വസ്ത്രങ്ങളായാലും എന്തായാലും എനിക്ക് ഉപയോഗിക്കാൻ പറ്റണ സാധനങ്ങൾ മാത്രമേ ഞാൻ ഒരാൾക്ക് കൊടുക്കുള്ളൂ. പറ്റണേ മീൻസ് കേടുപാടങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനത്തെ സാധനങ്ങൾ കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഫുഡ് വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനും ഒരു കണ്ടെയ്നർക്ക് മാറ്റട്ടെ. അത് റെഡി ആയിട്ടുണ്ട്. റൈസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ വെള്ളിയാഴ്ചയല്ലേ, കാക്ക പള്ളിയിൽ നിന്ന് വന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പോൾ റെഡിയാക്കി വെച്ചാൽ വന്നാൽ പിന്നെ ഫുഡ് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതാ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗായിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.